അടുത്ത് ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കേരളത്തിന്റെ തോട്ടമേഖലയിൽ വളർന്നു വന്ന പ്രധാന വ്യവസായങ്ങളാണ് തേയില, കാപ്പി, റബ്ബർ. ബ്രിട്ടീഷ് ഭരണത്തിലെ ആദ്യകാല ലക്ഷ്യങ്ങളിലൊന്ന് മലബാറിൽ ഒരു നീതിന്യായ വ്യവസ്ഥ രൂപപ്പെടുത്തിയെടുക്കുക എന്നതായിരുന്നു. ഇതിനായി മലബാറിലെ 7 പ്രത്യേക കേന്ദ്രങ്ങളിൽ നീതിന്യായ നിർവഹണങ്ങൾക്കായി ദാരോഗകൾ ഏർപ്പെടുത്തി. 1802 കോൺവാലിസ് നടപ്പിലാക്കിയ നിയമമനുസരിച്ച് ജുഡീഷ്യലും എക്സിക്യൂട്ടീവുമായ അധികാരങ്ങൾ വേർതിരിച്ചു. തലശ്ശേരിയിൽ ഒരു പ്രവിശ്യാ കോടതിയും തലശ്ശേരിയിലും കോഴിക്കോടും ജില്ലാ കോടതികളും ഏർപ്പെടുത്തി. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാറിൽ നെയ്ത്തുശാലകളും ഓട്ടു കമ്പനികളും തുടങ്ങി. ആദ്യത്തെ ഓട്ടു കമ്പനി സ്ഥാപിക്കപ്പെട്ടത് പുതിയറക്കല്ല് 1874 ബ്രിട്ടീഷുകാർക്ക് നിലമ്പൂരിൽ തേക്കും തോട്ടം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയത് കൊനോലിയാണ്. 1500 ഏക്കറോളം കൊനോലി വെച്ച് പിടിപ്പിച്ച തേക്കിൻ തോട്ടം പിന്നീട് അറിയപ്പെട്ടത് കൊനോലി ഫ്ലോട്ട് എന്നാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി അഞ്ചരക്കണ്ടിയിൽ സുഗന്ധ സസ്യങ്ങളുടെ തോട്ടമുണ്ടാക്കിയത് 1797. ബ്രിട്ടീഷ് ഭരണം കേരളത്തിലെ ജനജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ചെലുത്തിയ സ്വാധീനങ്ങൾ നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഭൂനികുതി സമ്പ്രദായത്തിൽ മാറ്റങ്ങളുണ്ടായി. രണ്ടാമത്തെ പോയിന്റ് കൊളോണിയൽ ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം സ്ഥാപിച്ചു. മൂന്നാമത്തെ പോയിന്റ് കച്ചവട രംഗത്ത് ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിതമായി. നാലാമത്തെ പോയിന്റ് കാർഷികാധിഷ്ഠിത വ്യവസായങ്ങൾക്ക് തുടക്കം കുറിച്ചു. അഞ്ചാമത്തെ പോയിന്റ് ആരോഗ്യം, വിദ്യാഭ്യാസം, വാണിജ്യം, ഗതാഗതം, ബാങ്കിംഗ് എന്നീ രംഗങ്ങളിൽ അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങൾ സൃഷ്ടിച്ചു. ഇനി ഇവിടെ ക്ലിയർ കട്ടിലെ കേരളത്തിൽ ബ്രിട്ടീഷുകാർ പണിത ആദ്യത്തെ പണ്ടകശാല അത് വിഴിഞ്ഞമാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർ പണിത ആദ്യത്തെ കോട്ട 5 തെങ്ങാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആദ്യമായി സ്ഥാപിച്ച കോട്ട സെന്റ് ജോർജ് കോട്ട മദ്രാസ് ആണ്. ഇനി റെയിൽവേ പാത, ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. കേരളത്തിലെ ആദ്യ റെയിൽപാത നിർമ്മിച്ച വർഷം 1861. കേരളത്തിലെ ആദ്യ റെയിൽ പാത ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. ഇനി അടുത്ത് യൂറോപ്യന്മാരുടെ കടന്നുവരവ് കേരളത്തിന്റെ വൈജ്ഞാനിക രംഗത്തുണ്ടാക്കിയ മാറ്റങ്ങൾ നോക്കാം. പോർച്ചുഗീസുകാർ 1577 അച്ചടിശാല സ്ഥാപിച്ചു. പൂർണ്ണമായും മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച സംക്ഷേപ വ്യാഥാർത്ഥം എന്ന ഗ്രന്ഥം 1772 പുറത്തിറങ്ങി. ജർമ്മൻ മിഷണറിയായ അർണോസ് പാതിരി മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കി. ചർച്ച് മിഷൻ സൊസൈറ്റിയിലെ അംഗമായും ബെഞ്ചമിൻ ബെയ്ലി 1846 ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചു. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനിലെ അംഗമായ ഹെർമൻ ഗുർഡട്ട് മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കി. 1847 ഹെർമൻ ഗുർഡട്ട് രാജസമാചാരം, പശ്ചിമോദയം എന്നീ 2 പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു. ലണ്ടൻ മിഷൻ സൊസൈറ്റി അഥവാ LMS, ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ CMS എന്നിവ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പതിറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ പ്രവർത്തനം ആരംഭിച്ചു. വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ലണ്ടൻ മിഷനിലെ അംഗമാണ് റവറന്റ് മീഡ്. ചർച്ച് മിഷൻ കോട്ടയത്ത് കോളേജും സെമിനാരിയും സ്ഥാപിച്ചത് 1813. ചർച്ച് മിഷൻ ഒരു വ്യാകരണ വിദ്യാലയവും സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പെൺപള്ളിക്കൂടങ്ങളും സ്ഥാപിച്ചു. കൊച്ചി മേഖലയിലെ ആദ്യത്തെ വിദ്യാലയം 1818 സ്ഥാപിച്ചത് ഇംഗ്ലീഷ് മിഷണറിയായ ഡാറ്റ്സൺ ആണ്. ഇതേ കാലത്ത് നാഗർകോവിൽ അടക്കമുള്ള തിരുവിതാംകൂറിന്റെ തെക്കൻ പ്രദേശത്ത് ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത് സാൽവേഷൻ ആർമി വിഭാഗത്തിലെ സ്പാനിഷ് മിഷണറിയായ ട്വിങ്കിൾ ഡാബ് ആണ്. മലബാറിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രചരണത്തിന് നേതൃത്വം നൽകിയത് ബെസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ്. 1841 കണ്ണൂരിലെ ബർണശ്ശേരിയിൽ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചത് റവറന്റ് ഹബിക്ക്. ബേസൽ മിഷൻ 1848 കോഴിക്കോടിനടുത്ത് കല്ലായിലും 1856 തലശ്ശേരിയിലും പ്രാഥമിക ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടാൻ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളെ പ്രോത്സാഹിപ്പിച്ചു. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതിബായി തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കിക്കൊണ്ട് കേണൽ മൺട്രോയുടെ സഹായത്തോടെ കൽപ്പന പുറപ്പെടുവിച്ച വർഷം 1817. തലശ്ശേരി തുറമുഖത്തിലെ ഉദ്യോഗസ്ഥനായ ബ്രണ്ണൻ എല്ലാ മതത്തിലും ജാതിയിലും പെട്ട കുട്ടികൾക്ക് പഠിക്കുന്നതിന് മലബാറിൽ ബ്രണ്ണൻ സ്കൂൾ സ്ഥാപിച്ചത് 1862. 1890 ഈ ബ്രണ്ണൻ കോളേജായി മാറി. പാലക്കാട് വിക്ടോറിയ ഹൈസ്കൂൾ നിലവിൽ വന്നത് 1866. 1888 വിക്ടോറിയ കോളേജായി ഇത് മാറി.
1866 തിരുവനന്തപുരം മഹാരാജാസ് അഥവാ യൂണിവേഴ്സിറ്റി കോളേജും 1875 എറണാകുളം മഹാരാജാസ് കോളേജും സ്ഥാപിക്കപ്പെട്ടു. ഇനി ക്ലിയർ കട്ടിൽ മിഷണറി സംഘവും പ്രവർത്തന മേഖലയും കൊടുത്തിട്ടുണ്ട്. ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ചർച്ച് മിഷൻ സൊസൈറ്റിയും തിരുവിതാംകൂറിൽ മാത്രമേ ഉള്ളൂ. ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ CMS കൊച്ചിയിലും ഉണ്ട്, തിരുവിതാംകൂറിലും ഉണ്ട്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അഥവാ BEM അത് മലബാറിൽ മാത്രമേ ഉള്ളൂ.